സാധനം കാണിച്ചു തരട്ടെ. ദാ ഇത് കണ്ടോ, ഇതിനുള്ളിൽ ഇതാ ഈ പൂ ഉണ്ടല്ലോ, അതിതാ ഇതിലിട്ടാ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. ഈ പൂക്കളുടെ ഉൾഭാഗത്ത് ഭയങ്കര ഷൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ പെയിൻറ് ചെയ്യാൻ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതൊരു ഫിനിഷിംഗ് ടെക്സ്ചറും കൂടി കിട്ടും. അപ്പം നമുക്കിതിലെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഞാൻ എല്ലാത്തിലും റെഡ് കളർ പെയിൻറ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മിഡിൽ ഭാഗത്തുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പൂമ്പൊടി പോലെ ഈ മിഡിൽ ഭാഗത്തായിട്ടൊന്ന് യെല്ലോ കളർ പെയിൻറ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അതും നമ്മളിതാ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, നമ്മുടെ ഒറിജിനൽ ഫ്ലവർ ഓരോ തോറ്റു പോകുന്നൊരു ഭംഗിയല്ലേ, എന്തൊരു ക്യൂട്ടാണല്ലേ, നല്ല കളറും. ഇത് കണ്ട ആരെങ്കിലും പറയുമോ നമ്മൾ തേങ്ങയുടെ മുകളിൽ നിന്ന് അടർത്തിയെടുത്ത പൂക്കളാണിതെന്ന്? അപ്പോൾ ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി സെറ്റാക്കി എടുക്കാമേ. ഇനി നമുക്ക് നമ്മുടെ അരിപ്പ എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ വേസ്റ്റായിട്ട് കളഞ്ഞിരുന്ന ഒരു അരിപ്പയാണ്. കാരണം ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തുരുമ്പെടുത്ത് പോയിട്ടുള്ളതുകൊണ്ട്, ഉപയോഗശൂന്യമായതുകൊണ്ട് തന്നെ നമ്മൾ കളഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞാൻ അതെടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ സൈഡിലൊക്കെ ഈ തുരുമ്പെടുത്തിരിക്കുന്ന ഈ വട്ടത്തിലുള്ള ഈ റിങ് പോലുള്ള ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ടോയിൻ വെച്ച് ഒട്ടിച്ചു കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഓറഞ്ച് കളറിലുള്ള ഈ ടോയിനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒട്ടിക്കാൻ എടുത്തേക്കുന്ന ഗ്ലൂ എന്ന് പറയുന്ന ഫെവിബോണ്ട് ഗ്ലൂ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതാ ഈ ടോയിൻ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ടോയിൻ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫ്ലവേഴ്സും കൂടെ ഇതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ഓരോ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പ്ലാസ്റ്റിക് ലീവ്സുകളാണ് ഇത്. പഴയ ഒരു ഫ്ലവർ വൈസ് ചീത്തയായപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്ന ഇലകളാണ് കേട്ടോ ഇത്. നമുക്ക് ആ ഇലകളും കൂടി ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇലകളൊക്കെ വെച്ച് ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ടോയിൻ വെച്ച് തന്നെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതൊന്ന് നോക്കിയേ, ഇതിപ്പോൾ കണ്ടാൽ പറയുമോ നമ്മൾ? അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റായിട്ട് കളഞ്ഞിരുന്ന നെറ്റും അതുപോലെ തന്നെ തേങ്ങയിൽ നിന്ന് അടർത്തിയെടുത്ത പൂക്കളാണെന്നൊക്കെ ഇപ്പോൾ കണ്ടാൽ പറയുമോ? അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇത് നമ്മുടെ ഹാളിലോ റൂമിലോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. നമുക്കിതാ ഈ ഹാങ്ങിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭിത്തിയിൽ നന്നായിട്ട് തൂക്കിയിടാനും പറ്റും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അത്രയ്ക്കേ ഉള്ളൂ. താങ്ക് യു.